ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ തച്ചു തകർക്കുമെന്നും ഇറാനിലെ ഭരണം പിടിക്കുമെന്നുമൊക്കെ ആക്രോശിച്ച് ഒരു വലിയ യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ അതീവ ഗുരുതരമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത സമ്മർദ്ദം പല ഭാഗങ്ങളിൽ നിന്ന് ഒരേ സമയം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 30 വർഷമായി അമേരിക്ക നടത്തുന്ന യുദ്ധങ്ങളെ ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ആ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്നും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അമേരിക്കയെ എങ്ങനെ തോൽപ്പിക്കണമെന്നും ഞങ്ങൾ വിശദമായി പഠിച്ചു വച്ചിട്ടുണ്ടെന്നും അതാണ് ഇനി ഞങ്ങൾ ഈ യുദ്ധതന്ത്രത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്നും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇന്നലെ ഇറാനിലെ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് കുറേയധികം യുദ്ധസന്നാഹങ്ങളുമായി ഒരു രാജ്യത്തേക്ക് കയറി ചെന്നാൽ ആ രാജ്യത്തെ ഭരണാധികാരിയെയും രാജ്യത്തെയും പിടിച്ചെടുത്ത് തങ്ങൾ വിചാരിക്കുന്ന നിലയിൽ ആ രാജ്യത്ത് ഭരണം കൊണ്ടുവരാമെന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് കനത്ത പ്രഹരം നൽകുക എന്നത് തന്നെയാണ് തങ്ങളുടെ ഇനിയുള്ള ലക്ഷ്യമെന്ന് ഇറാൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. വെനസ്വലയിൽ കാണിച്ചത് ഇങ്ങോട്ടെടുത്താൽ വിവരമറിയുമെന്ന് ഇറാൻ ആദ്യമേ പറഞ്ഞതാണ്. ഇപ്പോഴത് ട്രംപിന് ഇറാൻ്റെ പ്രവൃത്തിയിലൂടെ മനസ്സിലായിക്കൊണ്ടുമിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു മറിയുകയാണ് എന്ന് തെളിയുന്ന സംഭവങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാം. അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ചാനലിൽ ചെന്ന് ട്രംപ് ഒരു അഭിമുഖം നൽകുകയാണ്. ആ അഭിമുഖത്തിൽ സ്വാഭാവികമായും ചോദിച്ചത് എന്താണ് ഇറാനുമായുള്ള യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകൾ, നമ്മൾ ജയിക്കുമോ, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന്. ട്രംപ് അതീവ ഗൗരവത്തിൽ വിജയഭാവത്തിൽ വിജയിച്ചു എന്ന് പറയാതെ പറയുന്ന വിധത്തിൽ പല കാര്യങ്ങളും ആ അഭിമുഖത്തിൽ തട്ടിവിട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സൈനിക കേന്ദ്രങ്ങളും ലോഞ്ചിങ് പാഡുകളും യുദ്ധപ്പുരകളും അടക്കം ആയുധപ്പുരകളും അടക്കം ഏതാണ്ട് 3000-ഓളം ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ അമേരിക്ക പരിപൂർണമായി തകർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അധിക നാൾ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇറാൻ പരിപൂർണമായി തകർന്നില്ലാതാവുകയാണ്. ഇനി ഹോർമുസ് കടലിടുക്ക് നമുക്ക് പിടിച്ചെടുക്കണം. അതായത് അമേരിക്ക ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണ്? അത് അമേരിക്കയുടെ നാവിക പടക്കപ്പലുകൾ അങ്ങോട്ടേക്ക് ഇരച്ചെത്തുക, എന്നിട്ട് അവിടെയുള്ള ഇറാൻ്റെ സന്നാഹങ്ങൾ തകർക്കുക. അതിനുശേഷം ആ ഹോർമുസ് കടലിടുക്കും അമേരിക്കയുടെ കയ്യിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ അമേരിക്ക നിയന്ത്രിക്കുമെന്ന മട്ടിലായിരുന്നു ട്രംപിൻ്റെ പരാമർശങ്ങൾ. പക്ഷേ അങ്ങനെ ട്രംപ് പറയുമ്പോൾ മറുവശത്ത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ നിന്ന് കത്തുകയാണ്. മറ്റൊരിടത്ത് ഇസ്രായേൽ അടിയേറ്റ് വേദന കൊണ്ട് പുളയുകയാണ്. ടെല്ലവീവിൽ ഉൾപ്പെടെ ക്ലസ്റ്റർ ബോംബുകളുടെ വലിയ പ്രഹരമുണ്ടായി എന്ന് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ആ സമയത്ത്. ഇതോടുകൂടി ട്രംപിൻ്റെ 3000 സൈനിക കേന്ദ്രങ്ങൾ തകർത്ത ഇറാനെ ഇല്ലാതാക്കിയെന്ന വാദം ആടപടലം ചീറ്റി. അപ്പോൾ പിന്നെ എന്തിനാണ് ട്രംപ് ഈ യുദ്ധം നിർത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ അധിക നാൾ ഇത് നിർത്തേണ്ട കാര്യമില്ല, ഞങ്ങൾ വിജയിച്ചു എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ: അതിദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്നില്ല, വലിയ തോതിലുള്ള നാശം സൈനിക കേന്ദ്രങ്ങൾക്കുണ്ടാകുന്നു, ഇസ്രായേലിനുള്ളിലേക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അടികൾ ഇറാൻ അടിക്കുന്നു, അതുപോലെ തന്നെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി കൂപ്പുകുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ഹോർമുസ് കടലിടുക്കിലൂടെ 1 ലിറ്റർ എണ്ണ പോലും കടത്തിവിടില്ല എന്ന് ഇറാൻ പറയുന്നു. ആ ടേം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാരലിലും ടണ്ണിലുമൊക്കെയാണ് എണ്ണയുടെ കണക്ക് അന്താരാഷ്ട്ര വിപണിയിൽ പറയുക. അവിടെ 1 ലിറ്റർ പോലും ഞങ്ങൾ ഇതിനെ കടത്തിവിടില്ല എന്ന് ഇറാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഇനി ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് അതിശക്തമായിട്ടുള്ള സൈനിക വിന്യാസം ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ഇറാൻ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ഇനി ഒരൊറ്റ യുദ്ധ കപ്പലിനോ അല്ലെങ്കിൽ എണ്ണക്കപ്പലിനോ പോകാൻ കഴിയാത്ത സാഹചര്യം ഞങ്ങൾ സംജാതമാക്കിയിട്ടുണ്ട് എന്ന് ഇറാന് നല്ല കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇറാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ട്രംപ് പറയാണ്, ഇനി ഇറാൻ അവിടെ ഹോർമുസ് കടലിടുക്ക് ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ 20 ഇരട്ടിയായി ഇറാനെ പ്രഹരിക്കുമെന്ന്. തൊട്ടു മുമ്പ് ട്രംപ് പറഞ്ഞത് ഇറാൻ ഇനി അനങ്ങില്ല എന്നാണ്. അതിനുശേഷം ഈ വെല്ലുവിളി വന്നപ്പോൾ ട്രംപ് പറയുന്നത് ഓഹോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനിയും അടിക്കുമെന്നാണ്. അപ്പോൾ നോക്കുക, ഇറാൻ തീർന്നു എന്നൊക്കെ ചുമ്മാ തട്ടിവിടുകയാണ്. ഇറാൻ അപ്പുറത്തിരുന്നിട്ട് ആക്രമിക്കുമെന്ന് പറയുമ്പോൾ ട്രംപ് പെട്ടെന്ന് പ്രകോപിതനാകുന്നു, ഭയപ്പെടുന്നു. ഇപ്പോൾ ഇറാൻ്റെ പരിപൂർണമായി അവരുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു, നശിപ്പിച്ചു എന്ന് ട്രംപിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ട്രംപ് എന്താണ് ചെയ്യേണ്ടത്? ഇറാൻ പറയുകയാണ് ഹോർമുസ് കടലിടുക്കിലൂടെ 1 ലിറ്റർ എണ്ണ പോലും കടത്തിവിടില്ല എന്ന് പറഞ്ഞാൽ ട്രംപ് പറയേണ്ടത് നിങ്ങൾക്കതിനുള്ള ശേഷിയില്ല, നിങ്ങൾ വെറുതെ പറയുകയാണ് എന്ന് ട്രംപ് തിരിച്ചടിക്കേണ്ടതാണ്. അതല്ല ട്രംപ് പറയുന്നത്. അവിടെ ആക്രമിക്കും ഇറാൻ
എന്ന് ട്രംപിന് ഉറപ്പുണ്ട്. അപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങൾ നാവിക കപ്പലുകളുമൊക്കെ ആയിട്ട് അങ്ങോട്ട് വരും എന്ന്, എന്നിട്ട് അവിടെ നിങ്ങളെ ആക്രമിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപിന് തന്നെ ഇറാൻ പരിപൂർണമായി തീർന്നു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരതയുമില്ല. ഇറാൻ്റെ കരുത്ത് അതിശക്തമാണെന്ന് ട്രംപിന് അറിയാം. അത് ട്രംപ് തൊട്ടടുത്ത മണിക്കൂറിൽ ഈ ടെലിവിഷൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നേരെ പോയത് അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു യോഗത്തിലാണ്. ആ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ യോഗത്തിൽ ട്രംപ് പറഞ്ഞത് ഈ യുദ്ധം എപ്പോഴവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല, യുദ്ധം തീവ്രമാണ്, നമ്മൾ ശക്തമായി ആക്രമിക്കുന്നുണ്ട്, പക്ഷേ ഈ യുദ്ധം എന്ന് നിർത്താൻ കഴിയുമെന്നതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇത് തന്നെയാണ് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ ഇറാനും പറഞ്ഞത്, ആയത്തുള്ള അലി ഖാംനെയും പറഞ്ഞത്. നിങ്ങൾ വെറുതെ യുദ്ധം എന്ന് പറഞ്ഞിങ്ങോട്ട് വരരുത്, വന്നു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങിയാൽ നിങ്ങൾ തുടങ്ങി വയ്ക്കും, പക്ഷേ ഇത് തീർക്കുന്നത് ഞങ്ങളായിരിക്കും, ഇത് എങ്ങനെ തീരണം, എവിടെ തീരണം, എപ്പോൾ തീരണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് ഇറാൻ തുടക്കത്തിലേ പറഞ്ഞു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇനി ഇറാൻ തീരുമാനിച്ചാൽ യുദ്ധം നിർത്താൻ പറ്റൂ. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ശക്തമായ തിരിച്ചടി ഇസ്രായേലിനുള്ളിലേക്ക് വരികയാണ്. ആയത്തുള്ള അലി ഖാംനെയുടെ മകൻ മുജ്തബ ഖാംനെയി, അദ്ദേഹം പുതിയ ഭരണാധികാരിയായി പരമോന്നത നേതാവായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ ചില പാശ്ചാത്യ യൂട്യൂബ് ചാനലുകളിൽ വന്നൊരു വാർത്ത, ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി വന്ന വാർത്ത, മുജ്തബ ഖാംനെയും കൊല്ലപ്പെട്ടു, ഇസ്രായേൽ അദ്ദേഹത്തിന് പുറകെ നടന്ന് ആക്രമിച്ചു എന്നാണ്. അത് കേരളത്തിലെ ചില വർഗീയവാദികളായിട്ടുള്ള വർഗീയ വിഷങ്ങളായിട്ടുള്ള യൂട്യൂബർമാർ വലിയ ആഘോഷമാക്കുന്നുണ്ട്. മുജ്തബയെ തട്ടി എന്നൊക്കെയാണ് പറയുന്നത്, ഇറാൻ ഇപ്പോൾ വീഴുമെന്ന്. ഇവന്മാർ ശരിക്കും മണ്ടന്മാരാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. എന്താണെന്നറിയോ, ഇപ്പോൾ ആയത്തുള്ള അലി ഖാംനെയി മരിച്ചപ്പോൾ പറഞ്ഞു ഇറാൻ വീഴുമെന്ന്, വീണില്ല. അതിനുശേഷം മുജ്തബ വന്നപ്പോൾ പറഞ്ഞത് അയാളെ കൊല്ലും, ഇനി ഇറാൻ വീഴുമെന്ന്. അപ്പോൾ ഇറാൻ വീഴില്ല എന്ന് ഈ 11 ദിവസമായിട്ട് ഈ വിഡ്ഢികൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ എളിയ ചോദ്യം. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം എന്താണ്, അന്താരാഷ്ട്ര തലത്തിൽ ഇറാനുള്ള പ്രാധാന്യം എന്താണ്, എന്തൊക്കെയാണ് ഇറാൻ്റെ ബന്ധങ്ങൾ, അവരുടെ ശേഷി ഒക്കെ എന്താണ് എന്ന് അറിയാതെ വെറുതെ വർഗീയത തലയിൽ കുത്തിവെച്ചിട്ട് മരിക്കുന്നവർ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ഗംഭീര യുദ്ധമാണെന്ന് പറഞ്ഞ് കൈയടിക്കുന്ന ഈ പൊട്ടന്മാർ മനസ്സിലാക്കുന്നില്ല. ഈ അവസ്ഥ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചു വരികയും അതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളടക്കം അനുഭവിക്കാൻ പോവുകയും ചെയ്യാണ്. ഇതിൻ്റെ കാരണക്കാർ അമേരിക്കയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒരു പരമാധികാര രാഷ്ട്രമായ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടു. ഇതിന് ലോജിക്ക് എന്താണ്, എന്ത് ലോജിക്കാണ് ഇതിനുള്ളത്? എന്നിട്ട് പറയുകയാണ് അവിടുത്തെ സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കാനാണ് അത്ര അമേരിക്ക ഇറങ്ങിയത്. കാറിത്തുപ്പണം ഇങ്ങാതിരി മണ്ടത്തരം പറയുന്ന ആളുകളെ. അമേരിക്കയ്ക്ക് എന്ത് ഇറാനിലെ സ്ത്രീകൾ, എംസ്റ്റീൻ ഫയൽ ഉണ്ടാക്കി അതിൽ വന്ന ട്രംപിന് എന്ത് മനുഷ്യത്വം, ഈ പറയുന്ന പലസ്തീനിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊന്ന, സ്ത്രീകളെ കൊന്ന് വംശനാശം നടത്തി അതിന് ചുക്കാൻ പിടിച്ച ഈ നെതന്യാഹുവിന് എന്ത് മനുഷ്യത്വവും കുഞ്ഞുങ്ങളും ഒക്കെ. 162 കുട്ടികളെയാണ് ഒരു സ്കൂളിലേക്ക് ബോംബിട്ടിട്ട് യുവമാർ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ കൊന്നത്. എന്നിട്ട് പറയാണ് ഇറാനിൽ മനുഷ്യാവകാശം ഉണ്ടാക്കാൻ പോവുകയെന്ന്. നാണമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. വർഗീയത തലയ്ക്ക് പിടിച്ച് അന്ധമായ മുസ്ലിം വിരോധവുമായി നടക്കുന്ന പല വിഷജന്മങ്ങളും നമുക്കിടയിലുള്ള, പേ പിടിച്ച ഒരു പട്ടിക്കതിനേക്കാൾ മഹത്വം ഉണ്ടെന്ന് പറയേണ്ടി വരും. ഇമാതിരി കുറേ ജന്മങ്ങളുണ്ട് നമുക്കിടയിൽ. അവർ കുറേ പെണ്ണുങ്ങളും ഉണ്ട് ആ കൂട്ടത്തിൽ. ഇഷ്ടംപോലെ യൂട്യൂബിൽ വന്നിരുന്ന് പച്ച വർഗീയത, ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ വെറുതെ ഇരുന്ന് അലയ്ക്കുന്ന കുറേ വർഗീയവാദികളായിട്ടുള്ള കുറേ പുഴുത്ത ജന്മങ്ങളുണ്ട്. ഇവരൊക്കെ ഇപ്പോഴും പറയുന്നത് ഇറാനിലെ സ്ത്രീകൾക്ക് വിമോചനം ഉണ്ടാക്കാനാണ് ട്രംപ് യുദ്ധം ചെയ്യുന്നത്. അത് ആരോടെ ഈ പറയുന്നത്? ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു പരമാധികാര രാഷ്ട്രത്തിൽ കയറി അടിച്ചിട്ട് അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെ 160 പേരെ സ്കൂളിലേക്ക് ബോംബിട്ട് കൊന്നൊരു യുദ്ധം തുടങ്ങിയിട്ട് അവരെന്നിട്ട് ന്യായം പറയുകയാണ്. എന്നിട്ട് ഇപ്പോൾ യുദ്ധം എന്ന് തീരുമെന്ന് ചോദിച്ചാൽ അറിയില്ല. യുദ്ധം ഉടൻ നിർത്തുമെന്ന് ഒരിടത്ത് പറയുന്നു, ഒരിടത്ത് പറയുന്നു അനന്തമായി നീളുമെന്ന് പറയുന്നു, ഒരിടത്ത് പറയുന്നു 8 മാസം കൂടി ഇനി യുദ്ധം വേണ്ടിവരുമെന്ന് പറയുന്നു. ഇറാനെ സംബന്ധിച്ച് പക്ഷേ കൃത്യമായൊരു നിലപാടേ ഉള്ളൂ അന്നും ഇന്നും. അതായത് യുദ്ധം തുടങ്ങിയാൽ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും, അമേരിക്കയ്ക്കും ഇസ്രായേലിനും കീഴ്പ്പെടുകയില്ല, പറയുന്ന ഒന്നും ഞങ്ങൾ അനുസരിക്കില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പരമാധികാരമുണ്ട്, ഞങ്ങൾ അത് വെച്ച് മുന്നോട്ട് പോകും. ഇനി ടെഹ്റാൻ പരിപൂർണമായി തീർന്നാലും അമേരിക്കയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് അബ്ബാസ് അരാഗ്ചി ഇന്നലെ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രത്തോളം തിരിച്ചടി കൊടുക്കുക അത്രത്തോളം തിരിച്ചടികൾ കൊടുക്കുക എന്ന നിലയിലേക്ക് ഇറാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അമേരിക്കയ്ക്ക് ഈ യുദ്ധം പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല. എങ്ങോട്ടാണിത് പോകുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഒരു രൂപവും അമേരിക്കയ്ക്കില്ല. ഇസ്രായേലാണെങ്കിൽ ക്ലസ്റ്റർ ബോംബുകളൊക്കെ വന്ന് ടെലവീവിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, മരണങ്ങൾ ഉണ്ടാകുന്നു, പുളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചവർക്ക് വലിയ തിരിച്ചടി കിട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ അറബ് രാജ്യങ്ങളായിട്ടുള്ള സൗദി, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ വലിയ സമ്മർദ്ദം
ഇപ്പോൾ ട്രംപിന് മേൽ നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതായത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ 1 ലിറ്റർ എണ്ണ പോലും വിടാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ കൃത്യമായി പറയുമ്പോൾ നടക്കുമെന്ന കാര്യം അറബ് രാജ്യങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സൈനിക കേന്ദ്രങ്ങളിലൂടെ ഇപ്പോഴും അമേരിക്കയെ കൊണ്ട് ആക്രമണം നടത്തിക്കാത്തത്. ഇപ്പോൾ ട്രംപ് പറയുന്നുണ്ട്, ഞങ്ങൾ നാവികപ്പടയുമായിട്ട് പോയിട്ട് ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇറാനെ അവിടെ തകർക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും അറബ് രാജ്യങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം മുമ്പ് ചെങ്കടൽ ഹൂത്തികൾ ബ്ലോക്ക് ചെയ്ത സമയത്ത് വലിയ പടക്കപ്പലുമായി പോയ അമേരിക്ക ആരോടും പറയാതെ തിരിച്ചടി ശക്തമായപ്പോൾ ആ കപ്പൽ തിരിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അമേരിക്ക ഈ തള്ളുന്നത് മാത്രമേ ഉള്ളൂ. ഈ മേഖലയിൽ കിടന്നിട്ട് അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളുമായിട്ട് വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളത് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ചെറിയ ശക്തികളായിട്ടുള്ള ഹൂത്തികൾ ഇറാനുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് ഈ ഹൂത്തീസ് എന്ന് പറയുന്നത്. അവർ ചെങ്കടലിൽ അടിച്ച് വലിയ പ്രശ്നമുണ്ടാക്കി 100ഓളം കപ്പലുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ അമേരിക്ക പറഞ്ഞത് ഈ കപ്പലുകൾക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമെന്ന്. നടന്നിട്ടില്ല. ഇതേപോലെ അമേരിക്ക മറ്റൊരു ഉറപ്പ് ഇറാനിലെ പ്രക്ഷോഭകർക്ക് കൊടുത്തു, നിങ്ങൾ അടിച്ചോളൂ, ഞങ്ങളുടെ സൈന്യം വരികയാണെന്ന്. എന്നിട്ട് എവിടെ? ആ 7 അയലത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ USS എബ്രഹാം ലിങ്കൺ, അതുപോലെ മറ്റേ ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന 2 വലിയ കപ്പലുകൾ കൊണ്ടിട്ടിട്ടുണ്ട്. ആ കപ്പലുകൾ എവിടെ? ആ കപ്പലുകൾ ഉപയോഗിച്ച് ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷ കൊടുക്കാൻ എന്താണ് ട്രംപ് ഉത്തരവിടാത്തത്? പോയാൽ വിവരമറിയും എന്ന് നന്നായിട്ടറിയാം. ആ കപ്പൽ പോവും, തീരും എന്നുള്ളത് അറിയാം. ആ കപ്പൽ ഇപ്പോൾ തിരിച്ചു കൊണ്ടുപോയി, അവിടെ നിന്ന് മാറ്റി, കപ്പൽ മുങ്ങി എന്ന നിലയിലാണ് ഇപ്പോൾ വരുന്ന വാർത്ത. അതായത് വെള്ളത്തിൽ മുങ്ങിയതല്ല, അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്ന നിലയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതേക്കുറിച്ചൊന്നും ഇപ്പോൾ അമേരിക്ക പറയുന്നില്ല. പണ്ട് എല്ലാ ദിവസവും പറഞ്ഞിരുന്നത് ഞങ്ങളുടെ പടക്കപ്പലുകൾ നിങ്ങളെ അടിക്കുമെന്നാണ്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ട്രംപ് ഈ കപ്പലിനെ കുറിച്ച് പറയുന്നില്ല. അതിൻ്റെ അർത്ഥം അത് എവിടെയോ പോയി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഹോർമുസ് കടലിടുക്ക് ഒരു വലിയ പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ്. ഈ ഹോർമുസ് കടലിടുക്ക് ഇങ്ങനെ അടച്ചു കിടന്നാൽ അത് അമേരിക്കയ്ക്ക് യുദ്ധം നിർത്താനുള്ള സമ്മർദ്ദം തന്നെയാകും നൽകുക. പക്ഷേ ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ടു എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ് ഉള്ളത്. കാരണം ഒരു വശത്ത് ഇസ്രായേൽ യുദ്ധം തുടരണമെന്ന സമ്മർദ്ദം കൊടുക്കുന്നു, മറുവശത്ത് അറബ് രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. എന്നാൽ യുദ്ധത്തിന് പോയാൽ ഇനിയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപിന് ബോധ്യമായിട്ടുണ്ട്. എന്നാൽ യുദ്ധം നിർത്തിയാൽ അത് വലിയ നാണക്കേടാകും എന്ന ചിന്തയുമുണ്ട്. എന്നാൽ ഇടനില നിർത്തി, ആരെക്കൊണ്ടെങ്കിലും ഇടനില നിർത്തി മധ്യസ്ഥ രാജ്യങ്ങളെയൊക്കെ വെച്ച് ഇറാനുമായി സംസാരിക്കാമെന്ന് വെച്ചാൽ ഒരു തരത്തിലും അവർ അടുക്കുന്നുമില്ല. അപ്പോൾ വലിയ ആകപ്പാട സ്വീപ്പായ അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപും കൂട്ടരും ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാനെ ഒരിക്കലും പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്നത് ട്രംപിനൊപ്പം ഇപ്പോൾ ലോകവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും വസ്തുതയാണ്.